ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി ബോഡീസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ബോഡീസാണ്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പം ഇലക്ഷൻ കമ്മീഷനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഏത് ആർട്ടിക്കിളാണ്? സോ ഇലക്ഷൻ കമ്മീഷൻ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 324 അല്ലേ? അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കമ്മീഷനാണ്, ഒരു ഓർഗനൈസേഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. സോ അത് ആർട്ടിക്കിൾ 324 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നെന്ന് പറയുന്നത് ദേ ഡു വാട്ട്? ദേ സൂപ്പറിൻറ്റൻഡൻസ്. ഓക്കെ, സൂപ്പർവൈസ് ചെയ്യും. ഓക്കെ, ആൻഡ് സൂപ്പറിൻറ്റൻഡൻസ്. രണ്ടെന്ന് പറയുന്നത് ഡിറക്ഷനാണ്, ഡിറക്ഷൻ. മൂന്നെന്ന് പറയുന്നത് കൺട്രോൾ. ഇത് കീ വേർഡ്സ് ആണ്. നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ ഇത് മൂന്നും വരണം. സൂപ്പറിൻറ്റൻഡൻസ്, ഡിറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എന്താണ്? എൻ്റയർ പ്രോസസ് ഓഫ് എലക്ഷൻ. ഏതിൻ്റെയൊക്കെ എലക്ഷനാണ്? ഒന്നെന്ന് പറയുന്നത് പാർലമെൻറ്റ്, പിന്നെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പിന്നെന്ന് പറയുന്നത് പ്രസിഡൻറ്റിനും വൈസ് പ്രസിഡൻറ്റും. സോ ഈ 4 പാർട്ടിക്കാരുടെയും എലക്ഷൻ്റെ സൂപ്പറിൻറ്റൻഡൻസ്, കൺട്രോൾ, ഡിറക്ഷൻ നോക്കുന്നതാണ് ആരുടെ കടമ? ഇലക്ഷൻ കമ്മീഷൻ്റെ കടമ. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ ചീഫ് എന്ന പേരിലേ ഉള്ളൂ, ഇവരുടെ പവേഴ്സൊക്കെ സെയിം ആണ്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഡിസിഷൻ ആയിരിക്കും അവിടെ തീരുമാനിക്കുന്നത്. അതേപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രത്യേകിച്ചൊരു പവർ, എക്സ്ട്രാ പവർ ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ത് പവറാണുള്ളത് അത് തന്നെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെയും പവേഴ്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ നടത്തുന്ന ആരാണ്? പ്രസിഡൻ്റാണ് എന്ത് ചെയ്യുന്നത്? അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് ദി സർവീസും ടെന്യൂർ ഓഫ് ദി ഓഫീസും എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് ഡിറ്റർമൈൻ ചെയ്തത്. പ്രസിഡൻറ്റ് തീരുമാനിക്കും എത്ര വർഷം അവർ അതായിട്ട് നിൽക്കണം, എത്രയാണ് അവരുടെ കണ്ടീഷൻ, അവരുടെ ടെന്യൂർ, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല, പ്രസിഡൻ്റാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നവരായിരിക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. അതുപോലെ തന്നെ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അതുവരെ ആയിരിക്കും ഈ മെമ്പേഴ്സ് ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷണേഴ്സും ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ CEC ഹോൾഡ് ചെയ്യുന്നത് 6 ഇയേഴ്സ് അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് CEC ഹോൾഡ് ചെയ്യുന്നത്. ഇനി ഒരു എന്താ പറയുക, ഓഫീസ് വിട്ടു പോവുകയാണെങ്കിൽ, ടെന്യൂർ കഴിഞ്ഞ് ഓഫീസ് വിട്ടു പോവുകയാണെങ്കിൽ പോലും ഇവർക്ക് വേറെ പല ജോബിലും നോക്കാം. ഓക്കെ, അവർക്ക് ഒരു ഡീബാർ ചെയ്തിട്ടില്ല, അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓർ എ റീജിയണൽ കമ്മീഷൻ ഷാൽ നോട്ട് ബി റിമൂവ്ഡ് ഫ്രം ദി ഓഫീസ് എക്സെപ്റ്റ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് ചോദിക്കാതെ റീജിയണൽ ഇലക്ഷൻ കമ്മീഷണറിനെയോ ഇലക്ഷൻ കമ്മീഷണറിനെയോ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ TN ശേഷൻ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. TN ശേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995 കേസിലാണ്. അതിലാണ് പറഞ്ഞത് CECയും ഇലക്ഷൻ കമ്മീഷണറും ഒക്കെ സെയിം ആണ്, അവർക്ക് പവേഴ്സൊന്നും വ്യത്യാസമില്ല. ഓക്കെ, അവർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മെജോറിറ്റി ഡിസിഷൻ ആയിരിക്കും അവിടെ എടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻഡിപെൻഡൻസ് ആണ് നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324 പ്രകാരമാണ് വരുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഉണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് വേണ്ടി ഒരു ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടില്ല? ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഡീബാർ ചെയ്തിട്ടില്ല. അതായത് പിന്നീട് ജോബിനേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ അതായത് ഈ ഇലക്ഷൻ കമ്മീഷണറായിട്ട് വിരമിക്കുന്ന ആളിന് വേറെ പല ജോബും ചെയ്യാം, ഗവൺമെൻറ് തന്നെ പല ജോബും ചെയ്യാം. അതിന് ഡീബാർ ചെയ്തിട്ടില്ല. അടുത്തതെന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലല്ല ഇവരുടെ സാലറി ഒന്നും വെച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് ട്രാപ്പ് വന്നിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ഇവിടെ സാലറി എടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. 2, പിന്നീട് ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ജോബ് ചെയ്യുന്നതിനോ ഡീബാർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന്
ഇവർക്ക് സാലറി അതിൽ നിന്നല്ല ഇവരുടെ സാലറി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കമ്മീഷൻ പഠിക്കുവാണെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ പഠിക്കണം, ജുഡീഷ്യൽ ഫങ്ഷൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് നോക്കാം. ഒന്നെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ച സൂപ്പറിൻറ്റൻഡൻസ്, ഡയറക്ഷൻ, കൺട്രോൾ ഓഫ് ഇലക്ഷൻസ് ഓഫ് ദി എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, പാർലമെൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് പ്രസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 4 പ്രധാനപ്പെട്ട ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് CEO, ചീഫ് ഇലക്ട്രൽ ഓഫീസർ, പിന്നെ DEO, ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസർ, 3 റിട്ടേണിംഗ് ഓഫീസർ ആൻഡ് 4 ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. സോ CEO, DEO, RO, ERO. ഓക്കെ, അപ്പോൾ CEO നോക്കാം, ചീഫ് ഇലക്ട്രൽ ഓഫീസർ. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ നോമിനേറ്റ്സ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഓഫ് ദി സെറ്റ് സ്റ്റേറ്റ് ഓർ UT ആസ് ദ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ടു സൂപ്പർവൈസ് ഇലക്ഷൻ വർക്ക് ഇൻ ദി സ്റ്റേറ്റ്. അപ്പോൾ ഇത് സ്റ്റേറ്റിലെ പുള്ളിയാണ് നമ്മുടെ CEO. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഫീസറാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ. അപ്പോൾ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്തായിരിക്കും? ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിൻ്റെ ഇലക്ഷൻ വർക്ക്സ് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് റിട്ടേണിംഗ് ഓഫീസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹൂ ഈസ് എ റിട്ടേണിംഗ് ഓഫീസർ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ ഡസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ABCD എന്ന് ചോദിച്ചാൽ യു മസ്റ്റ് നോ. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് ഇൻ ദ പാർലമെൻ്ററി ഓർ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി. അപ്പോൾ പാർലമെൻ്ററിയിലോ അല്ലെങ്കിൽ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിലോ എലക്ഷൻ നടത്തുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, നമ്മൾ പറയല്ലേ കോൺസ്റ്റിറ്റുവൻസി, നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിന്നെ കോൺസ്റ്റിറ്റുവൻസി. അപ്പോൾ സ്റ്റേറ്റിൽ ആരാണ്? ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ഡിസ്ട്രിക്റ്റിൽ ആരാണ്? ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ. അതേപോലെ കോൺസ്റ്റിറ്റുവൻസിയിൽ ആരാണ്? റിട്ടേണിംഗ് ഓഫീസർ. ഓക്കെ, അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സും കാണും. അടുത്തത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. അപ്പോൾ ERO എന്ന് പറഞ്ഞ ആളുണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രൽ റോൾസ് പ്രിപ്പയർ ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ERO ആണ്, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. അപ്പോൾ ഈ 4 ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ECI, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇനി ഇവരുടെ രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് they have to prepare and periodically revise the electoral rolls പീരിയോഡിക്കലായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഇലക്ഷൻ മെഷീനറി സൂപ്പർവൈസ് ചെയ്യുക, ഷെഡ്യൂളും ഡേറ്റും കൊടുക്കുക, ഇലക്ഷന് വേണ്ടി ഷെഡ്യൂളും ഡേറ്റും കൊടുക്കുക. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീനെ രജിസ്റ്റർ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. സോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ഇലക്ഷൻ സിംബൽസ് കൊടുക്കുക, പൊളിറ്റിക്കൽ പാർട്ടീനെ രജിസ്റ്റർ ചെയ്യുക, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഇത് ആക്ച്വലി ഒരു കോർട്ട് പോലെയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? ഒരു കോർട്ട് പോലെയാണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെക്കഗ്നിഷനെ ബേസ് ചെയ്ത് എന്ത് ഇഷ്യൂ വന്നാലും, അതുപോലെ ഇലക്ഷൻ സിംബൽസിനെ ബേസ് ചെയ്ത് എന്ത് ഇഷ്യൂ വന്നാലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആക്ട് ആസ് എ കോർട്ട്. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആക്ട് ആസ് എ കോർട്ട് ഫോർ റിലേറ്റഡ് ടു recognition of the political parties and allotting the symbols to them. അതുപോലെ തന്നെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രം അധികാര പരിധി വരുന്ന സാധനമാണ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തൊട്ട് ഇലക്ഷൻ കഴിയുന്നത് വരെ പൊളിറ്റിക്കൽ പാർട്ടീസ് മാനിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ഓക്കെ, കോഡ് ഓഫ് ഇലക്ട്രൽ കണ്ടക്ട്. അപ്പോൾ അത് പൊളിറ്റിക്കൽ പാർട്ടീസ് എഗ്രി ചെയ്തിട്ട് വേണം ഇലക്ഷന് മത്സരിക്കാൻ. അത് എന്തെങ്കിലും അവർ എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ അതും കേസാക്കി എടുത്തിട്ട് ഇവർക്ക് അതിൽ നിന്ന് ഇലക്ഷൻ ആ ലിസ്റ്റിൽ നിന്ന് വരെ വെളിയിലാക്കാൻ സാധിക്കും. അടുത്തെന്ന് പറയുന്നത് roster for publicity of policies of political parties and radio and TVs in times of election. അപ്പോൾ ഇവർ തന്നെ കുറച്ച് റോസ്റ്റേഴ്സ് ഇവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും, പോളിസീസ് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതായത് ഇന്ന അഡ്വർടൈസ്മെൻറ്റ് മാത്രമേ TV-യിലും റേഡിയോയിലും പോകാവൂ, ഇതിന് എക്സ്ട്രാ ആയിട്ട് പോകാൻ പാടില്ല, ആ രീതിയിൽ. അതുപോലെ തന്നെ എലക്ഷൻ എക്സ്പെൻഡിച്ചർ നിർണ്ണയിക്കുന്നതും ഇവരാണ്. അതായത് ഇത്ര ലിമിറ്റ് വരെ നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റുള്ളൂ, എലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇത്ര എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റൂ.
ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇലക്ഷൻ്റെ പ്രശ്നം വന്ന് വല്ല ആൾക്കാർ ബാലറ്റ് പൊട്ടിക്കുകയോ അങ്ങനെ വല്ല ഇഷ്യൂസ് വരികയാണെങ്കിൽ പിന്നെ അതിന് വേണ്ടി ഇലക്ഷൻ റീപോളിംഗ് ഇതിനെല്ലാം ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. സോ അപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ഫുൾ പഠിച്ചു. ഒന്നെന്ന് ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ്? സൂപ്പറിൻറ്റൻഡൻസ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ. അപ്പോൾ അത് ഫുൾ ആരുടെ കയ്യിലാണുള്ളത്? ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലാണുള്ളത്. അതേപോലെ 4 മെയിൻ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ, രണ്ടാമത് ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസർ, മൂന്നാമത്തത് റിട്ടേണിംഗ് ഓഫീസർ ആൻഡ് നാലാമത്തത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. അതുപോലെ തന്നെ റിവൈസ്, അതായത് നമ്മൾ ഇലക്ട്രൽ പോൾസ് റിവൈസ് ചെയ്യുക, ഇലക്ട്രൽ പാർട്ടിക്കിന് ഇത് എന്താ കൊടുക്കുക, സിമ്പിൾസ് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക, ആ സിമ്പിൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോർട്ടായിട്ട് പ്രവർത്തിക്കുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വൈസറി ഫങ്ഷൻസ് ആണ്. അഡ്വൈസറി ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം മിക്ക കമ്മീഷൻ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കാറുണ്ട്. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ, അഡ്വൈസറി ഫംഗ്ഷൻസ്, ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ പഠിക്കാറ്. അപ്പോൾ അഡ്വൈസറി ഫംഗ്ഷൻ ഒന്നെന്ന് പറയുന്നത് പ്രസിഡന്റിനും ഗവർണറിനും എന്തെങ്കിലും കാര്യത്തിൽ അഡ്വൈസ് കൊടുക്കുക. അതായത് MP പാർലമെൻറ്റിന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ആരെങ്കിലും ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന കാര്യത്തിൽ അതിന് എന്ത് അഡ്വൈസ് കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ചില MP-മാരുടെ കേസസ് പെൻഡിങ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്വൈസസ് അവരെ ഇനി എങ്ങനെ തീരുമാനിക്കണം എന്ന് പറയാനായിട്ട് അഡ്വൈസ് കൊടുക്കാം. മൂന്നാമത്തെന്ന് പറയുന്നത് പ്രസിഡൻറ്റ് റൂൾ വരുമ്പോൾ, ഓക്കെ, ഒരു സ്റ്റേറ്റ് പ്രസിഡൻറ്റിൻ്റെ റൂൾ അണ്ടറിലാവുമ്പോൾ അവിടുത്തെ ഇലക്ഷൻ എങ്ങനെ നടത്തണം എന്ന് തീരുമാനിക്കാനായിട്ട് പ്രസിഡൻറ്റിന് അഡ്വൈസ് കൊടുക്കുന്നത് ആരായിരിക്കും? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പം 3 അഡ്വൈസറി ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രസിഡന്റിനും ഗവർണറും മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷനും എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വരുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക. അതേപോലെ സുപ്രീം കോടതി, ഹൈക്കോടതിയിൽ എന്തെങ്കിലും കേസസ് പെൻഡിങ് ആണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് അഡ്വൈസ് കൊടുക്കുക. മൂന്നാമത് പ്രസിഡന്റ് റൂൾ വരുമ്പോൾ അവിടെ ഇലക്ഷൻ എങ്ങനെ നടത്തണം എന്ന് തീരുമാനിക്കാനായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് ആണ്. ഈ ക്വാസി ജുഡീഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? ക്വാസി എന്ന് വെച്ചാൽ ജുഡീഷ്യൽ ക്വാസി എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ചാൽ എന്താ അറിയോ? ക്വാസി മീൻസ് എലൈക്ക്, അതായത് പോലെ, ജുഡീഷ്യറി പോലത്തെ ഫംഗ്ഷൻ. ഓക്കെ, ക്വാസി ജുഡീഷ്യൽ ജുഡിസ്ട്രിക്ഷൻ. ഒന്നെന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട്. ഓക്കെ, അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം കൊണ്ട് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിനും അധികാരമുണ്ട്. അപ്പോൾ ഇതാണ് ഇവർ 2 ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് CAG ആണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സോ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? നിങ്ങൾ എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് 1, 4 and 8 അല്ലേ? 148. അപ്പോൾ നമുക്ക് CAG എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പുള്ളിക്കാരനാണ് ആര്? വിനോദ് റായ് അല്ലേ? സോ പുള്ളിക്കാരനാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതുവരെ എല്ലാവരും വിചാരിച്ചിരുന്നത് ഒരു കണക്ക് നോക്കുകാരൻ, അതിന് അബവ് ആയിട്ടൊരു ഫംഗ്ഷൻ CAGക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ വിനോദ് റായ് has broken all the rules and regulations and has made his key focus അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് CAGയുടെ കാര്യം നോക്കിയിട്ട് ഇന്നത്തെ സെഷൻ നിർത്താം. സോ CAG എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഫീസാണ് ആൻഡ് ഹീസ് ദ ഹെഡ് ഓഫ് ദി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ആളാണ് ആര്? അതിൻ്റെ ഹെഡാണ് CAG. ഓക്കെ, അപ്പോൾ അദ്ദേഹം എൻ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ നമ്മൾ സെൻട്രലും സ്റ്റേറ്റും രണ്ടും നോക്കുന്നുണ്ട്. സെൻറ്റർ ആസ് വെൽ ആസ് സ്റ്റേറ്റ്, 2 കാര്യങ്ങളും നോക്കുന്ന ആളാണ് ആര്? CAG. അതുപോലെ തന്നെ ഹീസ് വൺ ഓഫ് ദി ബുൾവാർക്സ് ഓഫ് ദി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മൾ ബുൾവാർക്ക് പറയുമ്പോൾ അതിലൊരു ബുൾവാർക്കാരാണ്? CAG ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 148. 148 അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്, ഓത്ത്, കണ്ടീഷൻസ്, സർവീസ്, ഇത് ഇത്രയും പറയുന്നുണ്ട്. 149 അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ്, പവേഴ്സ് പറയുന്നുണ്ട്. 150 ഓക്കെ, 150 പറയുന്നത് വെച്ചാൽ ദി അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ and the state shall be kept in such form as the president may on the advice of the CAG prescribe. അപ്പോൾ ബസ് യൂണിയനിലെയും സ്റ്റേറ്റിൻ്റെയും അക്കൗണ്ട്സ് ബുക്ക് എങ്ങനെ കീപ്പ് ചെയ്യണം, ഏത് ഫോമാറ്റിൽ കീപ്പ് ചെയ്യണം എന്ന് CAG ഡിറ്റർമൈൻ ചെയ്യുന്നു. അതാണ് ആർട്ടിക്കിൾ 150 പറയുന്നത്. 151 പറയുന്നതെന്ന് വെച്ചാൽ CAGയുടെ റിപ്പോർട്ട്, ഓക്കെ, CAGയുടെ റിപ്പോർട്ട് പ്രസിഡൻറ്റിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പ്രസിഡൻ്റാണ് പാർലമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ CAG ഡയറക്റ്റിലല്ല പാർലമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നത്. CAG പ്രസിഡൻറ്റിന് കൊടുക്കും. ഓക്കെ, CAG ആർക്ക് കൊടുക്കും? പ്രസിഡൻറ്റിന് കൊടുക്കും. പ്രസിഡൻറ്റ് പാർലമെൻറ്റിന് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 148, 149, 150, 151. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ആണ്. സോ ലെറ്റ് സീ അബൌട്ട് ദി ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി.
ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 3 ഓഡിറ്റ് റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ് 3 ഓഡിറ്റ് റിപ്പോർട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഓഡിറ്റ്. ഓക്കെ, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഓഡിറ്റ്. രണ്ടാമത്തത് ഫൈനാൻസ് അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റ്. മൂന്നാമത്തത് പബ്ലിക് അണ്ടർടേക്കിങ്സിൻ്റെ ഓഡിറ്റ്. ഓക്കെ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഫൈനാൻസ് അക്കൗണ്ട്, പബ്ലിക് അണ്ടർടേക്കിങ്സ് അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓഡിറ്റ്, ഈ 3 ഓഡിറ്റ് റിപ്പോർട്ടിനുമാണ് കൂടെ ചേർന്നിട്ടാണ് ആർക്ക് കൊടുക്കുന്നത്? പ്രസിഡന്റിന് കൊടുക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട്, അറിയാലോ, PAC. ആ കമ്മിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ CAGയുടെ എല്ലാ ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ടും വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷമാണ് പാർലമെൻറ്റ് വഴി പ്രസിഡന്റിന് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹിസ് ഫംഗ്ഷൻ കമ്മിറ്റീസ് അസിസ്റ്റഡ് ബൈ CAG. അപ്പോൾ PAC, പബ്ലിക് അക്കൗണ്ട് കമ്മീഷനെ CAG ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ CAGനെ നമ്മൾ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് ദി PAC എന്നാണ് പറയുന്നത്. ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് PAC ആണ് ആര്? CAG. ഓക്കെ, അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഗൈഡും ഫ്രണ്ടും ഫിലോസഫറുമാണെന്നാണ് നമ്മൾ CAGനെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം CAG എന്ന് പറയുമ്പോൾ ഇത്ര ഹൈ പൊസിഷനാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് അവരെ അക്കൗണ്ടബിലിറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്ന് ചോദിക്കുവാണെങ്കിൽ, ഒന്നെന്ന് പറയുന്നത് പ്രസിഡന്റ് മാത്രമേ അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന പ്രൊവിഷൻസ് വഴി മാത്രമേ അവരെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതെന്ന് പറയുന്നത് ഫെർദർ ആയിട്ട് ഓഫീസ് എലിജിബിൾ അല്ല, ഫെർദർ നോട്ട് എലിജിബിൾ ഫോർ ഫെർദർ ഓഫീസസ്. ഞാൻ നേരത്തെ നമ്മൾ പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയല്ല, അവർക്ക് പിന്നെ പല ജോലിക്കും പോകും. പക്ഷേ CAG ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല. അടുത്തതെന്ന് പറയുന്നത് സാലറിയും സർവീസ് കണ്ടീഷനും എല്ലാം പാർലമെൻറ്റാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, സാലറിയും സർവീസ് കണ്ടീഷനും. പക്ഷേ അയാൾ സർവീസ് ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ആൻഡ് ദി കണ്ടീഷൻസ് ഓഫ് ദി സർവീസ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് CAGയും പ്രസിഡൻറ്റും കൂടെ ചേർന്നാണ് തീരുമാനിക്കുന്നത്. നമുക്കൊരു ഓഡിറ്റിംഗ് ഇതൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ആൾക്കാരെ നിയമിക്കുന്നത്, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ എല്ലാം തീരുമാനിക്കുന്നത് പ്രസിഡൻറ്റ് വിത്ത് അഡ്വൈസ് ഓഫ് CAG ആണ്. ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് CAG ആണ്. കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? CAGയുമായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അങ്ങനെ കൺസൾട്ടേഷനാണ്. അടുത്തതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഓഫ് ദി ഓഫീസ് ഓഫ് CAG, സാലറി എല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങോട്ടാണ് പോകുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിലല്ല പോകുന്നത്. പക്ഷേ CAGയുടേത് ഫുള്ള് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് CAGനെ പറ്റി നിങ്ങൾ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ആൻഡ് ഇതേപോലത്തെ ഇനി സെഷൻസ് വേണമെങ്കിൽ പറയാം. ആൻഡ് താങ്ക് യു ഫോർ ദി ഗ്രേറ്റ് സപ്പോർട്ട്. വീഡിയോ എനിക്ക് കൺസിസ്റ്റൻ്റ് ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് തന്നെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ടൊരു വളരെയധികം എന്താ പറയുക പ്രേരണമായിരുന്നു. ഓക്കെ, സോ താങ്ക് യു ഫോർ ബീങ് എ സപ്പോർട്ട് ഓൾ റൗണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് ബി ദി സപ്പോർട്ട് ത്രൂ ഔട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ ലെറ്റ്സ് സീ ഇൻ അനദർ ക്ലാസ്.